ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരെ റെഡിയായി കോസ്റ്റ്യൂമൊക്കെ മാറി നേരെ ഫുജേറ. ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി കാറിൽ കയറി നമ്മൾ ഫുജേറയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. കാറിൽ കയറി ഉടനെ സനിയും മനിയും ഡാൻസ് തുടങ്ങി. ഫുൾ വൈബായിരുന്നു. നന്നായിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവരും. എന്നെ കൂട്ടാതെയാണ് ഗൈസ് ഇവർ ഈ പുറകിലിരുന്ന് തകർത്തു വരുന്നത്. ഡോണ ഫ്രണ്ടിലായതുകൊണ്ട് ഞങ്ങൾ 3 പേരും ബാക്കിലിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു ഗൈസ്. നല്ല രസമാണ് ഇങ്ങനെ പാട്ടെല്ലാം വെച്ച് കളിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മലകളും ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോണ വഴിക്ക് എല്ലാം 2 സൈഡിലും മലകളാണ്. കുറച്ച് കഴിയുമ്പോൾ കടലും പുഴയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ പോയപ്പം ഞങ്ങൾക്ക് ക്ഷീണമായി. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിയെല്ലാം നിർത്തി. ഗൈസ്, അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയിരിക്കുകയാണ്. ഫുജൈറയാണ്. നല്ല വ്യൂസ് ഉള്ള സ്ഥലമാണിത്. നല്ല ഭംഗിയുണ്ട്. ഫുള്ള് മലകളാണ്. ഞങ്ങളപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നല്ല കാറ്റൊക്കെ ഉണ്ട്. പതിയെ ഞങ്ങൾ പിന്നെയും പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? കോഫർഖാന. അതന്നെ, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോർഫക്കാൻ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ഹായ് നമ്മളിപ്പം ഫുജൈറ എത്തി. വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ. നമുക്കെല്ലാം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. ഇത് ഒറിജിനൽ ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്നാണ് നമ്മൾ കേട്ടത്, അല്ലേ? അതെ അതെ, നാട്ടിലെ പോലെ നമ്മുടെ ഒറിജിനൽ അല്ല ഇത്. അപ്പോൾ നല്ല കുറേ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തി. പൂക്കീസും എല്ലാം എടുത്ത് ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് കുറച്ച് നേരം നടന്നു ഗൈസ്. നല്ല വെയിലായിരുന്നു. പിന്നെ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് ബീച്ച് കാണാൻ വേണ്ടി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമറ കണ്ട അപ്പം ഈ സാധനവും ഈ പൂക്കിയും കാണിക്കും. ഡോണ പൂക്കി തുടങ്ങിയിട്ട് പിന്നെ ഫുള്ള് പൂക്കിയായിരുന്നു ഗൈസ്. ഈ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിശന്ന് കുടലൊക്കെ കരയുന്നുണ്ട് ഗൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ച് കാറ്റൊക്കെ പറക്കുന്നുണ്ടായി ഗൈസ്. മനിതേ പറന്നു വീഴുന്നു. പിന്നെ ഞങ്ങൾ ബീച്ച് കാണാൻ വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. നമ്മൾ ബീച്ചിൽ പോയപ്പോൾ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിലെ ആളുകൾ ഇങ്ങനെ വാ ബോട്ടിംഗ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. ബോട്ടിൽ പോകാനായിട്ട് കുറേ ആൾക്കാർ വിളിച്ചത് കൊണ്ട് ഞങ്ങൾ അവരുടെ പുറകെ അങ്ങോട്ട് പോയി. എന്തായാലും അവിടെ വരെ പോയതല്ലേ, എന്നാൽ ഒന്ന് കടലിലൊക്കെ കയറി ഒന്ന് കറങ്ങി അടിച്ചു വിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ടൈമാണ് ബോട്ടിങ്ങിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഗൈസ്, ഈ പോക്കൊരു 100-150 പോകുന്നത്. ഭയങ്കര സ്പീഡും ചെരിച്ചിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പേടിച്ച് വരച്ചിരിക്കുകയാണ്. അതൊന്നും വീഡിയോയിൽ കാണില്ല, കാരണം ഞങ്ങൾക്കത് വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ബോട്ടിങ്ങിലാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ബോട്ടിംഗ് ആണ്. ഞങ്ങളെല്ലാവരും പേടിച്ച് വരച്ചിരിക്കണാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് അടുത്തത് കാണാം. ഇവിടെ ഞങ്ങൾ ആടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ പാരച്യൂട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ബൈ. നൻപനെ പോൽ യാറുമില്ല, അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും മനിത പറന്നു പോകുന്നുണ്ട്. വയറ്റിലൊന്നുമില്ല ഗൈസ്, അതുകൊണ്ടാണ്. എല്ലാവരും വിശന്ന്. അതായിപ്പോൾ ഞങ്ങൾ പോവാണ് വാട്ടർഫോൾസിൻ്റെ അവിടേക്ക്. അവിടെയാണ് നമ്മുടെ കാറും പാർക്ക് ചെയ്തിരിക്കുന്നത്. മനി എന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നടന്ന് കുറേ വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ മുഖം വെച്ച് അപ്പം സനി എൻ്റെ അടുത്തോട്ട് വരും. വന്നിങ്ങനെ കാണിച്ചിട്ട് ഒരു ഉമ്മയൊക്കെ തരും ഗൈസ്. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് ഉമ്മ ഗൈസ്. ഡോണ പാവം തോന്നുന്നുണ്ട്, വിശക്കുന്നുണ്ട് ഗൈസ് ഡോണക്ക്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഓട്ടത്തിലാണ്. നമ്മളൊരു ഹോട്ടൽ നോക്കി നടക്കുകയാണ്. നല്ലൊരു ഹോട്ടൽ കിട്ടിയാൽ നമ്മളപ്പം കയറും. അങ്ങനെ നമുക്കൊരു ഹോട്ടൽ കിട്ടിയിരിക്കുകയാണ്. ഒരു തമിഴ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. ഞങ്ങൾ പ്രോൺസ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊറോട്ട അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ എല്ലാവരും വയറു നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് ഒമാനിലേക്കാണ്. ഒമാനിൽ ഇതുപോലെ എന്താണ് സെയിം മലയും ഒക്കെയാണ് വരുന്നത്. ഒരുപാട് കാഴ്ചകളൊന്നും അവിടെ ഇല്ല കാണാൻ. വിശപ്പൊക്കെ മാറിയപ്പോൾ ഞങ്ങളുടെ എനർജിയൊക്കെ വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങൾ വീണ്ടും ഡാൻസ് തുടങ്ങി. കാറിൽ കയറി. പിന്നെ ഞങ്ങൾ മെയിൻ പരിപാടിയാണ് ഞങ്ങളുടെ കാറിൽ കയറിയാൽ ഞങ്ങൾ ഡാൻസ് കളിക്കും, അത് മസ്റ്റാണ്. ഡാൻസ് മാത്രമല്ല പാട്ടും. വെച്ച പാട്ട് പോലും ഞങ്ങൾ കേൾപ്പിക്കില്ല, അതുപോലെ ഞങ്ങൾ പാട്ട് പാടി കൊളാക്കും. അങ്ങനെ നമ്മൾ ഡാൻസ് നിർത്താൻ സമയമായി. ഒമാൻ എത്തി. ഇതാണ് ഒമാൻ. ഒമാനിൽ മലകളാണ് കൂടുതലുള്ളത്. ഇപ്പം നമ്മൾ എത്തിയത് ഒരു ഡാമിൻ്റെ അവിടേക്കാണ്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഡാമിൽ വെള്ളമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സനിയൊക്കെ വെറുതെ പട്ടി ഷോ ആയിരുന്നു ഗൈസ്. ഡോണേനെ കണ്ടാലും മതിയല്ല, നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടിയിലേക്ക് ഇറങ്ങിയ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ഫുള്ള് ടെൻറ്റ് കെട്ടിയ ആളുകൾ, ടൂറിസ്റ്റുകളാണ് എല്ലാവരും. പക്ഷേ നല്ല തിരക്കായിരുന്നു. എല്ലാവരും നന്നായിട്ട് അവരുടെ അവധിയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കണെയാണ്. പല സ്ഥലത്തുനിന്നും ആളുകൾ വന്നിട്ടുണ്ട്. മലകളാണ് കൂടുതലും. മല കണ്ട് മതിയായി. ഞങ്ങൾ ഈ മലയൊക്കെ കണ്ട് ആസ്വദിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മരിക്കുക, അതെല്ലാം ആലോചിച്ച് ഫുള്ള് ദുരന്തമാണ് ഞങ്ങൾ ആലോചിക്കുള്ളൂ. പിന്നെ ഈ മലയിൽ കൂടിയൊക്കെ വെള്ളം ഒഴുകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വെള്ളമൊന്നും കണ്ടില്ല ഗൈസ്. കാരണം ചൂട് സമയതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴുകുന്നില്ലെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഡോണ വീഡിയോ കണ്ടാൽ അപ്പം അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും ഗൈസ്. പിന്നെ ഇവിടെ കുഞ്ഞു പിള്ളേരെ സ്ഥലമൊക്കെ ഉണ്ടാകും. ഞങ്ങൾ പോയി ചോദിച്ചു, ഞങ്ങൾ കയറ്റുന്നു. അപ്പം ഇല്ല. അപ്പം അവിടുത്തെ ഒരു ഇന്ത്യക്കാരൻ പറഞ്ഞ് 13 വയസ്സ് താഴെയുള്ളവരെ കയറ്റത്തുള്ളൂ. കുഞ്ഞു പിള്ളേരായിട്ട് പോയതാണ്, പക്ഷെ അതേപോലെ തിരിച്ചെങ്കിൽ പോകും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയ വയസ്സാണ്, പക്ഷെ സമ്മതിച്ചില്ല. കുറെ അയാളെ ഞങ്ങളെ വിട്ടില്ല ഗൈസ്. ദുഷ്ടനാണ്, വെറും ദുഷ്ടൻ. അതിന് ഞങ്ങൾ മേളിലേക്ക് കയറണതാണ്. അപ്പോൾ ഞങ്ങളൊരു ചലഞ്ച് വെച്ചു. ഫസ്റ്റ് കയറുന്ന ആൾക്ക് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന്. അപ്പോൾ സനിയും മനിയും ഓടി കയറി. അപ്പോൾ ഞങ്ങളിത് ഐസ്ക്രീം കഴിക്കുകയാണ്. ആ ചലഞ്ച് പക്ഷെ ചലഞ്ചിൽ ഞാനാണ് ഗൈസ് ജയിച്ചത്. അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സൊക്കെ വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. ഞാൻ എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചോക്ലേറ്റ് കഴിക്കുന്നത്. എനിക്ക് സ്ട്രോബെറി ആയിരുന്നു ഇഷ്ടം. സ്ട്രോബെറി. പിസ്ത ഉണ്ടായില്ല ഗൈസ്, അല്ലെങ്കിൽ പിസ്ത ആയിരുന്നു വാങ്ങിക്കുന്നത്. എനിക്ക് മാത്രം അവർ തന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒമാനിൽ നിന്ന് നേരെ ദുബായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിലെ സൺസെറ്റ് കാണുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ അതിൽ ബുർജ് ഖലീഫ എല്ലാം കാണും. എല്ലാ സിനിമയിലും ഈ ഒരു വ്യൂ ആയിരിക്കും കൂടുതലും ദുബായ് എന്ന് പറയുമ്പോൾ കാണാം, ഈ ബിൽഡിങ്സും സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ കരാമ സെൻട്രലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ദുബായ് എത്തി. ഇപ്പം ഒമാൻ പോയി, ഫുജൈറ പോയി, ഏറ്റവും ലാസ്റ്റ് ദുബായിൽ എത്തി നിൽക്കുന്നുണ്ട്. നല്ല ടയർഡായിട്ടുണ്ട് ഗായ്സ്, നല്ല ടയർഡായിട്ട്. രാവിലെ പോയി എല്ലാവരും മുഖമെല്ലാം മാറി, നല്ലോണം ടയർഡാണ്. ഇവിടെ ഞങ്ങൾ കയറുന്നൊക്കെ കാണിക്കാട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മലയാളികളുടെ ഏരിയയാണ് കരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ മലയാളീസാണ്. ദുബായിലെ കൊച്ചു കേരളമാണ് കരാമ. അങ്ങനെ ഞങ്ങൾ പുറത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ലൈറ്റെല്ലാം കണ്ട് കാറെല്ലാം നോക്കി നിൽക്കുക. അപ്പോൾ അതാ മനി വരുന്നുണ്ട്. മനി വന്നിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഉണ്ടോ, ഒന്ന് തരുമോ? അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. അത് കഴിഞ്ഞ് കാര്യമായിട്ട് മനി എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡബിൾ ഡക്കർ ബസ് കണ്ടു ഗൈസ്. അപ്പോൾ ഞാൻ കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് ഭയങ്കര സന്തോഷം നൽകിയ ഒരു സംഭവമായിരുന്നു. യെസ്, ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കില്ല. കാരണം ഭയങ്കര സൗണ്ടാണ്, വണ്ടികളുടെയൊക്കെ ഭയങ്കര സൗണ്ട്. പിന്നെ ഇത് വീണ്ടും ഞങ്ങൾ ക്രോസ് ചെയ്യാൻ നിൽക്കണം. ഓപ്പോസിറ്റാണ് നമ്മുടെ വണ്ടി നിർത്തിക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. രാത്രി ഡിന്നർ കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ദുബായ് കിസൈസിലാണ്. കിസൈസിൽ നമ്മൾ മന്തിക്കട കയറിയിരിക്കുകയാണ് മന്തി കഴിക്കാൻ. അറേബ്യൻ മന്തി. നമുക്ക് നോക്കാം ടേസ്റ്റ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾ റിവ്യൂ പറയുന്നതായിരിക്കും. ഗൈസ്, നമ്മുടെ ഡോണ കരയാണ് ഗൈസ്. ഡോണ കരയാനുള്ള കാരണം ഒരാളുണ്ടെങ്കിൽ ഞാനാണ് ഗൈസ്. എപ്പോഴും ഡോണനെ വഴക്ക് പറയുന്നത് ഗൈസ്. എനിക്ക് അതിൽ മനസ്സ് ரொம்ப വിഷമமாக இருக்கு. அதனால என்ன பண்ண ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് അധികം സമയം കിട്ടിയില്ല. ആദ്യം സാലഡ് വന്നു, അതേ കഴിഞ്ഞ് സൂപ്പ് വന്നു, അതേ കഴിഞ്ഞ് ഞങ്ങൾ മിക്സ്ഡ് മന്തിയായിരുന്നു പറഞ്ഞിരുന്നത്. നല്ല അടിപൊളി മന്തിയായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ
ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നേരെ റൂമിലേക്ക് പോകുമ്പോഴേക്കും ഇപ്പം തന്നെ ടൈം 1 മണിയായി ഗൈസ്. അപ്പോൾ നമ്മൾ റൂമിൽ ചെല്ലുമ്പോഴേക്കും ഒരു സമയമാകുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോഴേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.